എന്ത് ബിസിനസ് ആയിക്കോട്ടെ. സോ അവർക്ക് ഒരു ബിസിനസ് കാനഡയിൽ ഓപ്പൺ ചെയ്യണം, എങ്ങനെ ആരംഭിക്കണം, അതിന് ഏതൊക്കെ പ്ലാനിങ് വേണം, ഏത് പ്രൊവിൻസ് ആണെങ്കിൽ അവർ വിസിറ്റ് ചെയ്യാനും ആ പ്രൊവിൻസിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു അല്ലെങ്കിൽ അവർ ഓൾറെഡി എക്സിസ്റ്റിംഗ് സക്സസ്ഫുൾ ആയിരിക്കുന്ന ബിസിനസ്സിനെ അവിടെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ അവർക്ക് ഒരുക്കുന്നത്. നിങ്ങൾക്കൊരു നല്ല ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഐഡിയ കാനഡയിൽ സക്സസ് ആവുമെന്ന് ഒപ്റ്റിമിസ്റ്റിക് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയയുമായി കാനഡയിലേക്ക് എത്താം. എന്തായാലും അവരവിടെ എത്തി ജോലിക്ക് വേണ്ടി സെർച്ച് ചെയ്യാണ്, PR-ന് വേണ്ടി സെർച്ച് ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവരെ ഞങ്ങൾക്ക് 100% സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തിന് പക്ഷേ എക്സ്പ്രസ് എൻട്രിയിലോ മറ്റുള്ള പ്രോഗ്രാമിലോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമില്ല, നേരിട്ടൊരു എംപ്ലോയറെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കാൻഡിഡേറ്റിന് കമ്പനിക്ക് ഇവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഈ ഒരു പാത്വേയിലൂടെ, ടെമ്പററി ഫോറിൻ വർക്കേഴ്സ് പാത്വേയിലൂടെ കാനഡയിലേക്ക് അവർക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 2024 June 3 ഓൺവേർഡ്സ് അല്ലെങ്കിൽ അതുമുതൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കെയർ ഗീവേഴ്സിനെ സ്പെഷ്യൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി കാനഡയിലേക്ക് ഈ വരുന്ന സമയം നിങ്ങൾ PR-ഓട് കൂടി വരൂ എന്ന് ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. അത് വളരെ നല്ല പോസിറ്റീവായ കാര്യമാണ്. PR-ഓട് കൂടി ഇനിയും കെയർ ഗീവേഴ്സിന് കാനഡയിലേക്ക് കൂടിയാണ്. ഗുഡ് മോർണിംഗ്. പറക്കാം സ്വപ്ന രാജ്യത്തേക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കനേഡിയൻ എക്സ്പ്രസ് ഇമിഗ്രേഷൻ പ്രോഗ്രാം ആൻഡ് LMIയെ പറ്റിയാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LMIA എക്സംപ്റ്റഡ് പ്രോഗ്രാംസ് ആൻഡ് കെയർ ഗിവേഴ്സിനെ പറ്റിയാണ്. സോ ഇത് നമുക്ക് ഡീറ്റെയിൽസ് തരാൻ ഇന്ന് നമ്മളോട് വന്നിരിക്കുന്ന ഗസ്റ്റ് നമ്മുടെ ഇമിഗ്രേഷൻ എക്സ്പെർട്ട് ആൻഡ് GM ഓഫ് ആംസ്റ്റർ ഇമിഗ്രേഷൻസ്. Welcome, Mr. Aju K. Matthew. Thank you. Hi, sir. Hi. How are you? Fine. Okay, അപ്പം ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LMIA എക്സംപ്റ്റഡ് പ്രോഗ്രാംസ് ആൻഡ് കെയർ ഗിവേഴ്സിനെ പറ്റിയാണ്. Yes. So, where to start from? LMIയെ പറ്റി നമ്മൾ അത്യാവശ്യം ഒരു ഐഡിയ അവയർനെസ് കൊടുത്തു. Yes. എങ്ങനെയാണ് LMIയെ വർക്കൗട്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ പ്രേക്ഷകരിൽ എത്തിച്ചു. അപ്പം LMIA എന്ന് പറയുന്ന ഒരു ഐഡിയ കിട്ടി, ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെന്റ് അപ്രൂവ് W1 വർക്ക് പെർമിറ്റിനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടി. Yes. ഓക്കെ, ഇനിയും എക്സംപ്റ്റ് LMIA കുറച്ച് പ്രോഗ്രാംസ് കാനഡ ഗവൺമെൻറ്റിലുണ്ട്. അതും ഇറ്റ്സ് നോട്ട് ഫോർ എവ്രി വൺ. LMIയും ഞാൻ പറഞ്ഞിരുന്നു, ഇറ്റ്സ് നോട്ട് ഫോർ എവ്രി വൺ. അപ്പം ഇതും സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാറ്റഗറിയിൽപ്പെടുന്ന ആളുകൾക്ക് എക്സംപ്റ്റഡ് LMIA ഓപ്ഷൻസ് സ്വീകരിക്കാവുന്നതാണ് കാനഡയിലേക്ക് കുടിയേറാൻ വേണ്ടി. അതിൽ എനിക്ക് പറയാൻ പറ്റുന്നൊരു എക്സാമ്പിൾ പ്രോഗ്രാം ഒന്ന് IMP. അത് നമ്മുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കനേഡിയൻ എക്സ്പ്രസ് ഇമിഗ്രേഷൻ പ്രോഗ്രാമിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് IMP, ഇൻ്റർനാഷണൽ മൊബിലിറ്റി പ്രോഗ്രാം. ഇത് കഴിഞ്ഞൊരു 4 ഇയറായിട്ട് നമ്മൾ ചെയ്യുന്നതല്ല ഈ പ്രോഗ്രാം, പക്ഷേ നമ്മുടെ പുതിയ ഈ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. എന്താണ് IMP, ഇൻ്റർനാഷണൽ മൊബിലിറ്റി പ്രോഗ്രാം എന്ന് പറയുന്നത്? LMIA എന്ന് പറയുന്ന ആ പ്രോസസ്സ് ഇല്ലാതെ തന്നെ ചില കാറ്റഗറിയിൽപ്പെടുന്ന പ്രൊഫഷണൽസിന്, ചില എംപ്ലോയേഴ്സിന് ഗവൺമെൻറ് സാധ്യത കൊടുക്കുന്നുണ്ട് അവരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി. ടെമ്പററി ഫോറിൻ വർക്കേഴ്സ് പ്രോഗ്രാം എന്നും അതിന് നമുക്ക് പറയാം. അതായത് ഈ പറയുന്ന ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ, ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് എക്സാമ്പിൾ ഒരു PhD കഴിഞ്ഞൊരു റിസർച്ച് പ്രൊഫഷണൽ, അദ്ദേഹത്തിന് മൈഗ്രേറ്റ് ചെയ്യണം കാനഡയിൽ. സോ ഏജ് ഒരു 40 ഉണ്ട്, നോർമൽ എക്സ്പ്രസ് എൻട്രി അല്ലെങ്കിൽ PNP ഒന്നും സാധ്യതയില്ല എന്ന് വെക്കുക. സോ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിന് കാനഡയ്ക്ക് ആവശ്യമുണ്ട്. പല കമ്പനികളും സെർച്ച് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് പ്രൊഫൈലാണ്. യെസ്, നമുക്ക് അദ്ദേഹത്തിന് IMP പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാം. സോ ഏജ് ഒരു പ്രശ്നമല്ല. സോ ലെറ്റ്സ് പാർട്ടിസിപ്പേറ്റ് ദിസ് പ്രൊഫൈൽ ടു അവർ സെപ്പറേറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ IMP പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് IMP പ്രോഗ്രാമിൻ്റെ എലിജിബിലിറ്റി നോക്കി മനസ്സിലാക്കിയ ശേഷം അദ്ദേഹത്തിന് ടെമ്പററി ഫോറിൻ വർക്കേഴ്സ് കാറ്റഗറിയിൽ പ്രോഗ്രാമിൽ അദ്ദേഹത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഈ LMIA എക്സംപ്റ്റ് പ്രോഗ്രാം നമുക്ക് ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ, അതിന് LMIയുടെ ആവശ്യമില്ല. അതായത് കമ്പനി ടു കമ്പനി ട്രാൻസ്ഫർ, ഓൺ സൈറ്റ് ജോബ് എന്നൊക്കെ അതിന് പറയാം. സോ അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഇന്ത്യൻ കമ്പനി ഒരു കനേഡിയൻ കമ്പനിയിലേക്ക് ആർക്കെങ്കിലും അവരുടെ സ്റ്റാഫിനെ അവരുടെ മാൻ പവർ ട്രാൻസ്ഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാറ്റഗറിയിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മുടെ കനേഡിയൻ ഇമിഗ്രേഷൻ ലോയർ ആൻഡ് ടീം റെഡിയാണ്. സോ ഇതിനെ രണ്ടിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ആദ്യം IMP പ്രോഗ്രാം, ഇൻ്റർനാഷണൽ മൊബിലിറ്റി പ്രോഗ്രാമിൽ ടെമ്പററി ഫോറിൻ വർക്കറായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രൈറ്റീരിയയെ പറ്റി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏതൊക്കെ ക്രൈറ്റീരിയ, ഏതൊക്കെ കാറ്റഗറിയിൽപ്പെടുന്ന ആളുകൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തിന് പക്ഷേ എക്സ്പ്രസ് എൻട്രിയിലോ മറ്റുള്ള പ്രോഗ്രാമിലോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമില്ല, നേരിട്ടൊരു എംപ്ലോയറെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്.
ഈ കാൻഡിഡേറ്റിന് IMT ഈ പറയുന്ന ഇൻ്റർനാഷണൽ മൊബിലിറ്റി പ്രോഗ്രാമിലൂടെ കാനഡയിലുള്ള ഏത് എംപ്ലോയേഴ്സിനെ അപ്രോച്ച് ചെയ്യാം നേരിട്ട്. അവർക്കതിന് ജോബ് ബാങ്ക് എന്ന സോഴ്സ് ഉപയോഗിക്കാം, ലിങ്ക്ഡിൻ പോലുള്ള പ്രൊഫൈൽ വഴി കണ്ടെത്താം. സോ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫൈഡ് പ്രൊഫഷണൽ ആണെങ്കിൽ കമ്പനിക്ക് ഇവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഈ ഒരു പാത്ത് വേയിലൂടെ, ടെമ്പററി ഫോറിൻ വർക്കേഴ്സ് പാത്ത് വേയിലൂടെ കാനഡയിലേക്ക് അവർക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് കമ്പനി ട്രാൻസ്ഫർ, കമ്പനി ടു കമ്പനി പ്രോഗ്രാം. അതായത് ഏതെങ്കിലും ഒരു കനേഡിയൻ കമ്പനിയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് അവർക്കൊരു കോൺട്രാക്റ്റ് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫിനെ ഹാൻഡ് ഓവർ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ടൊരു ടെമ്പററി വർക്കിലേക്ക് അയക്കാൻ താല്പര്യമുണ്ട്. ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ എന്ന് നമുക്കതിനെ പറയാം. സോ ആ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കമ്പനികളെയാണ് നമുക്ക് ആവശ്യം. സോ നിങ്ങളുടെ കമ്പനി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു IT കമ്പനി ഇവിടെ ഉണ്ട്, അതേപോലെ ഒരു IT കമ്പനിയുടെ ഒരു ബ്രാഞ്ച് കാനഡയിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയ ശേഷം നിങ്ങളുടെ ഒരു സ്റ്റാഫിനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിലും നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്. സോ IMP പ്രോഗ്രാമിൽ നമ്മൾ മാക്സിമം ഒരു പാർട്ടിസിപ്പേഷൻ ഈ പറയുന്ന ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കും ഇൻ്ററാ കമ്പനി ട്രാൻസ്ഫർ എന്ന പ്രോഗ്രാമിലൂടെ കമ്പനി ടു കമ്പനി, അതായത് IT പ്രൊഫഷണൽസിനെയാണ് കൂടുതൽ സാധ്യതയുള്ളത്, ചില മാർക്കറ്റിംഗ് പ്രൊഫഷണൽസിനും അത് സാധ്യതയുണ്ട്. സോ അങ്ങനെ സെലക്റ്റീവായ ആളുകൾക്ക് ഈ 2 പ്രോഗ്രാമിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ അജു സർ, LMI എക്സംപ്റ്റഡ് പ്രോഗ്രാംസിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്രെഡിറ്റ്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്താണ്? നോട്ട് ഓൺലി ദാറ്റ്, ഹൗ ഇസ് ഇറ്റ് ബെനിഫിറ്റിംഗ് എംപ്ലോയറിനെയും ക്ലയൻറ്റിനെയും, അതെങ്ങനെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്? ഓക്കെ, എംപ്ലോയറുടെ സൈഡ് നോക്കുകയാണെങ്കിൽ LMI വലിയൊരു പ്രോസസ്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അത് ഒത്തിരി അഡ്വാൻറ്റേജ് ആണ് എംപ്ലോയറെ സംബന്ധിച്ച്. അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ കമ്പനിക്ക് ഒരു എംപ്ലോയിയെ കിട്ടി, അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണെങ്കിൽ, സാധാരണഗതി LMI ആണെങ്കിൽ ഒരു വലിയ ടാസ്ക്കാണ്. അതായത് ഈ പറയുന്ന എല്ലാ പ്രോസസ്സിലും കടന്നു പോകണം. പക്ഷേ IMP വഴി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണെങ്കിൽ എംപ്ലോയർ കേസ് വളരെ സേഫാണ്. കാരണം അവർക്ക് വലിയ പ്രോസസ്സ് ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് കൃത്യമായ പ്രൊഫഷണൽസിനെ ഹയർ ചെയ്യാൻ സാധിക്കും. അതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള എക്സംപ്റ്റ് LMI ആയ IMP പ്രോഗ്രാം, അല്ലെങ്കിൽ ടെമ്പററി ഫോറിൻ വർക്കർ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിനൊരു ഏകദേശം ഒരു 3 to 4 month അല്ലെങ്കിൽ 6 monthനുള്ള പ്രോസസ്സ് അത് കട്ട് ഷോട്ട് ചെയ്യാൻ സാധിക്കും. അത് വളരെ നല്ല ഒരു പോസിറ്റീവ് ആണ് ഈ പറയുന്ന LMIയിൽ. അതേപോലെ തന്നെ ഇത് ധാരാളം പ്രോഗ്രാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു എക്സ്ട്രാ പ്രോഗ്രാമാണ് ഞാൻ പറഞ്ഞത് ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്നൊരു ഓപ്ഷനുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഏറ്റവും ഒരു കമ്പനി ടു കമ്പനി അല്ലാത്തവർക്ക് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ്. സോ അതൊരു വഴിയായിരിക്കും കൂടുതൽ കനേഡിയൻ കമ്പനീസും കമ്പനികളിൽ നിന്നല്ലാതെ നേരിട്ട് ഇമിഗ്രൻസിനെ സ്വീകരിക്കുന്നതായ പ്രോസസ്സ്. അതേപോലെ എംപ്ലോയേഴ്സിന് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന കൃത്യമായ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഈ കൂടുതലും IMP പ്രോഗ്രാം വഴി റിക്രൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇമിഗ്രൻ്റ് ആയിട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഈ എംപ്ലോയിയെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ ഒരു സാലറി പാക്കേജ്, അതിൻ്റെ ബാക്കി എല്ലാ ഫെസിലിറ്റിയും എംപ്ലോയർ കൃത്യമായി കൊടുത്തിരിക്കണമെന്ന് IMP പ്രോഗ്രാമിൻ്റെ നിബന്ധനകളിൽ തന്നെ ഉണ്ട്. അപ്പം എംപ്ലോയേഴ്സും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരെയും റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല, ഹൈലി ടാലൻറ്റഡ് ആയിരിക്കണം. അതേപോലെ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ആ വ്യക്തി എംപ്ലോയി ഈ പറയുന്ന ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന IMP പ്രോഗ്രാമിൽ സാറ്റിസ്ഫൈ ആവുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും കൃത്യമായി സബ്മിറ്റ് ചെയ്യണം. അപ്പം IMP പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഈ സാധാരണഗതിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കൊറീസ് വന്നിട്ടുണ്ട്. ഞാനൊരു സാധാരണ ഒരു പാക്കിംഗ് ജോലിക്ക് വേണ്ടി IMP അപ്ലൈ ചെയ്യാൻ പറ്റില്ല, സാധാരണ ലേബറായിട്ട് IMP അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങളൊരു ഹൈലി ടാലൻറ്റഡ് ആണ്, ഞാൻ IT മേഖലയുള്ളവരെ പറയുന്നുണ്ടെങ്കിൽ സോഷ്യൽ വർക്കേഴ്സിനെ പറയാം, അല്ലെങ്കിൽ ഈ ടെക്നോളജി മേഖല, എഞ്ചിനീയറിംഗ് ചില മേഖലയിലുള്ള PhD-കാർ, റിസർച്ച് സ്പെഷ്യലിസ്റ്റുകൾ, ഇങ്ങനെയുള്ളവരൊക്കെയാണ് IMP പ്രോഗ്രാമിൽ സാറ്റിസ്ഫൈ ആകുന്ന പ്രൊഫൈലുകൾ. അങ്ങനെയുള്ള ആളുകൾക്ക് കാനഡയിലെ ഒരു എംപ്ലോയറെ ഫൈൻഡ് ചെയ്യാൻ അവർക്ക് ജോബ് ബാങ്ക് നോക്കാം, IMP അക്സെപ്റ്റഡ് ആയിട്ടുള്ള ജോബ് ബാങ്ക്. പിന്നെ ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ, നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക്, കമ്പനികൾ രണ്ടിൻ്റെയും എല്ലാവിധമായ സപ്പോർട്ടോടു കൂടി നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ. അതിന് ഓൺസൈറ്റ് എന്നുകൂടെ നമുക്ക് പറയാം. ഓക്കെ, ഇനി അതല്ല, നമ്മളൊരു കമ്പനി, നിങ്ങളൊരു എംപ്ലോയറാണ്, നിങ്ങളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അവിടെ, ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ എംപ്ലോയിയെ ആ കമ്പനിയിലേക്ക് തന്നെ അയക്കുന്നതിനും ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ എന്ന പ്രോഗ്രാം IMPയിലൂടെ യൂസ് ചെയ്യാം. സോ ഇതൊക്കെയാണ് IMP എന്ന ഒരു സെപ്പറേറ്റ് ഇമിഗ്രേഷൻ പാത്വേയിലൂടെ, അല്ലെങ്കിൽ എക്സംപ്റ്റ് LMIA എന്ന പാത്വേയിലൂടെ ഒരു മൈഗ്രൻ്റായി കാനഡയിലേക്ക് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ്. സർ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വെച്ചേക്കുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കെയർ ഗിവേഴ്സ്. അപ്പം അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ,
2019 കനേഡിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ കനേഡിയൻ ഇമിഗ്രേഷൻ IRCC ഏറ്റവും കൂടുതൽ കെയർ ഗീവേഴ്സിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ പ്രോഗ്രാമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കെയർ ഗീവേഴ്സിന് പ്രാധാന്യം നൽകാനുള്ള കാരണം അവരുടെ ഏജ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയെയും ഡിസേബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയെയും അതേപോലെ ഏർലി ചൈൽഡ്ഹുഡ് കമ്മ്യൂണിറ്റികളെയൊക്കെ കുട്ടികളെയൊക്കെ കൃത്യമായ പരിചരണം നൽകുന്നതിന് കെയർ ഗീവേഴ്സിൻ്റെ സാധ്യതകൾ അവരുടെ ഈ പറയുന്ന സേവനങ്ങൾ കാനഡയ്ക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന കെയർ ഗീവർ കാറ്റഗറി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ വെൽക്കം ചെയ്തുകൊണ്ട് 2019 2 പൈലറ്റ് പ്രോഗ്രാമുകൾ ഗവൺമെൻറ് ഓഫ് കാനഡ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹോം ചൈൽഡ് കെയർ പ്രൊവൈഡഡ് പൈലറ്റ് എന്നും ഹോം സപ്പോർട്ട് വർക്ക് പൈലറ്റ് എന്ന 2 പ്രോഗ്രാം. ഇതിന് NOC വരുന്നത് 44100 ആൻഡ് 44101 എന്ന 2 കാറ്റഗറിപ്പെട്ട NOC നാഷണൽ ഓക്കുപേഷൻ ക്ലാസിഫിക്കേഷനിലാണ് ഈ 2 പ്രോഗ്രാം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ കെയർ ഗീവർ ഹോം ചൈൽഡ് എന്ന് പറയുന്നത് കുട്ടികളെ നോക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ സേവനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കെയർ ഗീവറായി കാനഡയിലേക്ക് കുടിയേറുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ കൊടുത്തത്. ഹോം സപ്പോർട്ട് വർക്കർ എന്ന് പറയുന്നത് പ്രായമുള്ളവരെയും ഡിസേബിൾ ആയുള്ളവരെയും സേവനങ്ങൾക്ക് ആവശ്യമുള്ള മറ്റുള്ളവരെ സഹായം ഒരു പേഴ്സണൽ സപ്പോർട്ട് ആവശ്യമുള്ളവരെ സെർവ് ചെയ്യാനാണ് രണ്ടാമത്തെ കാറ്റഗറി 44101 എന്ന കാറ്റഗറി ഗവൺമെൻറ് പൈലറ്റ് പ്രോഗ്രാമിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പൈലറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു 5 വർഷത്തെ കാലാവധിയിൽ കാനഡ ഗവൺമെൻറ് ഒരു ഇമിഗ്രേഷൻ നയം കൊണ്ടുവരികയും അതിൻ്റെ സാധ്യതകളും അതിൻ്റെ പോസിബിലിറ്റീസും പഠിക്കുന്നതിനും അതിലെത്രത്തോളം ആളുകൾ അത് യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഈ പൈലറ്റ് പ്രോഗ്രാംസ് ഗവൺമെൻറ് ഓഫ് കാനഡ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ 2024 എക്സ്പയർ ആയി. 19 ആരംഭിച്ച പ്രോഗ്രാം 24 ഓൾമോസ്റ്റ് എക്സ്പയർ ആയപ്പോൾ June 3, 2024 മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇമിഗ്രേഷൻ മിനിസ്റ്റർ മിസ്റ്റർ മാർക്ക് മില്ലർ വളരെയധികം കെയർ ഗീവേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു പുതിയ പ്രോഗ്രാം അനൗൺസ് ചെയ്തു. എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന ഈ ഹോം ചൈൽഡ് കെയർ പ്രോഗ്രാം പൈലറ്റ് പ്രോഗ്രാമിന് അത് സ്ഥിരം പ്രോഗ്രാമാക്കി മാറ്റി. ആ പ്രോഗ്രാം സക്സസ് ആണെന്ന് ഗവൺമെൻറ് കണ്ടു. അതുകൊണ്ട് തന്നെ ഹോം ചൈൽഡ് കെയർ പ്രൊവൈഡർ എന്ന കാറ്റഗറി 4410 സ്ഥിരം പ്രോഗ്രാമാക്കി മാറ്റി. അതേപോലെ തന്നെ സപ്പോർട്ട് വർക്കർ പൈലറ്റ് പ്രോഗ്രാം 44101 അതും സ്ഥിരം പ്രോഗ്രാം ആയിരിക്കാം. പക്ഷേ ഇതിനുള്ള ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ്സ് ഒക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. 2024 ലാസ്റ്റിലൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ അദ്ദേഹത്തിനൊരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റിയുള്ള ഒരു ഒഫീഷ്യൽ ന്യൂസ് അദ്ദേഹം പറഞ്ഞത് ഹോം കെയർ സപ്പോർട്ടിൽ ആദ്യമേ കുറേയധികം ബലഹീനതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഹോം കെയർ ആയിട്ട് വരുന്ന ആളുകൾ കാനഡയിൽ എത്തിയ ശേഷം അതിൻ്റെ എക്സ്പീരിയൻസ് ശേഷം ഒരു എംപ്ലോയറെ കൂടെ മാത്രം വർക്ക് ചെയ്ത് അതിന് കഴിഞ്ഞ ശേഷമാണ് അവർക്ക് PR-ലോട്ട് മാറാൻ സാധിക്കുക. അപ്പോൾ അവർ അത്രത്തോളം സേവനങ്ങൾ കാനഡയ്ക്ക് നൽകിയ ശേഷവും അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ കാനഡിയൻ കമ്മ്യൂണിറ്റിക്ക് ഇമിഗ്രേഷൻ സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇത് മാറാൻ വേണ്ടി കാനഡയിൽ ഓൺ അറൈവൽ അതായത് കെയർ ഗീവറായി വരുന്നവർക്കെല്ലാം ഓൺ അറൈവൽ വരുമ്പോൾ തന്നെ PR ആയി വരാനുള്ള അവസരം. അപ്പം ഈ പറയുന്ന അവർ ജോലി ചെയ്യുന്ന തൊഴിലുടമയുടെ ചൂഷണങ്ങൾ വളരെ കുറയാൻ സാധിക്കും. കാര്യം ഇപ്പം ഞാൻ ഒരു എംപ്ലോയറുടെ കൂടെ മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ. എൻ്റെ ജോലി കെയർ ഗീവിംഗ് ആണ്. ഞാൻ ഈ ഒരു സപ്പോർട്ട് വർക്കറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ മാത്രമേ എനിക്ക് ജോലി ചെയ്യാൻ പറ്റൂ. എനിക്ക് ജോലി ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ ഇമിഗ്രേഷൻ നയങ്ങളൊന്നും എനിക്ക് വലിയ പിടിയുണ്ടാവില്ല. ഞാൻ അത്യാവശ്യം ഇമിഗ്രേഷൻ എക്സ്പേർട്ട് ഒന്നും ആവില്ല. എൻ്റെ ജോലി കെയർ ഗീവേഴ്സാണ്. അപ്പോൾ എന്നെ മാക്സിമം ചൂഷണം ചെയ്യാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അങ്ങനെ നടന്നിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് 2024 June 3 ഓൺവേർഡ്സ് അല്ലെങ്കിൽ അത് മുതൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കെയർ ഗീവേഴ്സിനെ സ്പെഷ്യൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി കാനഡയിലേക്ക് ഇനി വരുന്ന സമയം നിങ്ങൾ PR-ഓട് കൂടി വരൂ എന്ന് ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. അത് വളരെ നല്ല പോസിറ്റീവായ കാര്യമാണ്. PR-ഓട് കൂടി ഇനിയും കെയർ ഗീവേഴ്സിന് കാനഡയിലേക്ക് കുടിയേറാം. സോ ഇപ്പം കാനഡയിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത ഹോം കെയർ ആൻഡ് ഹോം ചൈൽഡ് കെയർ ഗീവേഴ്സിന് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്? അതായത് ഹോം കെയർ ചൈൽഡ് കെയറും ഹോം കെയേഴ്സും അതായത് 44100 44101 NOC കാറ്റഗറി ഉള്ളവരെയാണ് നമ്മളിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുക. ഈ ഒരു പൈലറ്റ് പ്രോഗ്രാമിലൂടെ 2019 സ്റ്റാർട്ട് ചെയ്ത് 2024 അവസാനിച്ച പൈലറ്റ് പ്രോഗ്രാമിലാണ് ഈ NOC നിലവിലുള്ളത്. അപ്പോൾ ഈ ഒരു പുതിയ പ്രോഗ്രാം അതായത് ഇനി വരാനിരിക്കുന്ന 2024 മാർക്ക് മില്ലർ അദ്ദേഹം അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇനിയും ഈ പറയുന്ന ഹോം കെയർ ആണെങ്കിലും ചൈൽഡ് കെയർ ആണെങ്കിലും എംപ്ലോയറെ കൂടെ നിൽക്കണമെന്നൊരു നിർബന്ധമില്ല. അവർക്ക് മൾട്ടിപ്പിൾ എംപ്ലോയേഴ്സിനോട് വേണേൽ ജോലി ചെയ്യാം. ഒരു ദിവസം വേണമെന്നുണ്ടെങ്കിൽ എക്സാമ്പിളാണ് അതായിരിക്കും പുതിയ നയം വരും. ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഞാനൊരു ഹോം കെയർ ജോലി ചെയ്യുന്നു. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് PR ആയിട്ട് തന്നെ ഞാൻ കാനഡയിലുള്ളത്. എനിക്ക് 3 hours വേണം ഒരാളോട്, അടുത്ത 3 hours വേറൊരാളെയും, അല്ലെങ്കിൽ അടുത്ത 2 hours വേറൊരാളെയും, അല്ലെങ്കിൽ അവേഴ്സ് എനിക്ക് മാറി ജോലി ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു അവസരമാണ്
PR എത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്നതാണ് ഈ ഹോം കെയറിലും ഈ പറയുന്ന ചൈൽഡ് കെയറിലും വന്ന മാറ്റങ്ങൾ. രണ്ട് പ്രോഗ്രാമിലും അതായത് എംപ്ലോയറെ വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യേണ്ട ഒരു ആവശ്യവും ഉണ്ടാവില്ല. അവർ ഫ്രീ ബേർഡ്സ് ആയിരിക്കും. കാരണം അവർ ഗവൺമെൻറ് ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ പെർമനൻറ്റ് റെസിഡൻസി നൽകി തന്നെയാണ് ലാൻഡ് ചെയ്യിക്കുന്നത്. സോ ദാറ്റ്സ് വൺ ഓഫ് ദി ഹോപ്പ്ഫുൾ പ്രോഗ്രാം 2024 കാനഡയിൽ കണ്ടത്. ഓക്കെ, അതേപോലെ എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന ഈ ഹോം കെയർ പ്രോഗ്രാമിൽ ഇനി വീട്ടിൽ തന്നെ ജോലി ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഹോം കെയർ PR കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെയർ ഹോമുകളിൽ ജോലി ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ധാരാളം കെയർ ഹോംസ് അവിടെ ഉണ്ട്. സോ കെയർ ഹോം നിങ്ങൾക്ക് ഒരു ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് ഇനി വീട്ടിൽ പോയി സർവീസ് കൊടുക്കണം, നിങ്ങൾക്ക് എക്സ്ട്രാ ഫീസ് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സാലറി, അവരുടെ ബാക്കിയുള്ള അലവൻസ് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കൂട്ടാനും കെയർ ഗീവേഴ്സിന് മാക്സിമം സപ്പോർട്ട് നൽകാനും വേണ്ടിയാണ് കനേഡിയൻ ഇമിഗ്രേഷൻ മിനിസ്റ്റർ മിസ്റ്റർ മാർക്ക് മില്ലർ 2024 ജൂൺ 3 ഈ പറയുന്ന 3 ഈ ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഒരു ഫൈനൽ എത്താൻ പോകുന്നതേ ഉള്ളൂ. ഫൈനൽ എത്തുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എൻഡ് ഓഫ് 2024 അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് 2025 ആയിരിക്കും ഇതിനെങ്ങനെയായിരിക്കും എന്നത്. പക്ഷേ ഇതിൻ്റെ പോസിറ്റീവായ സൈഡ് ഇത്രയും കാര്യങ്ങളിൽ വ്യക്തത വരുത്തി എന്നുള്ളതാണ്. സോ ആംസ്റ്റർ ഈ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ഹോം കെയർ ആൻഡ് ഹോം ചൈൽഡ് കെയർ? തീർച്ചയായിട്ടും ആംസ്റ്റർ ഈ ഒരു നമ്മുടെ കാനഡ എക്സ്പ്രസ് ഇമിഗ്രേഷൻ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രോഗ്രാമും. അപ്പോൾ നിലവിൽ പുതിയ അപ്ഡേഷനൊക്കെ വരുന്നത് വരെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കൗൺസിലിംഗ് ഞങ്ങൾ തരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ കാനഡ ഗവൺമെൻറ് നിയമപ്രകാരം ഈ ഈക്വലൻ ടു പിന്നെ ഹൈസ്കൂൾ വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ +2 ലെവലുള്ളവർക്കൊക്കെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. പക്ഷേ നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേഴ്സസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ഈ ഹോം കെയർ ജോലികൾക്ക് ചെയ്യാൻ പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങളിപ്പം IELTS എക്സാമൊക്കെ നോക്കിയിട്ട് വലിയ സ്കോറൊന്നും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ചൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഒരു എക്സ്പീരിയൻസ്, ഒരു കെയർ ഹോമിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം ഇസ്രായേലിലൊക്കെ ധാരാളം ജോലി ചെയ്യുന്ന നേഴ്സസ് ഉണ്ട്. അല്ലെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ആയിട്ട് കെയർ ഹോം എക്സ്പീരിയൻസോ കെയർ ഗീവർ എക്സ്പീരിയൻസ് ഉള്ള നേഴ്സസ് അല്ലാത്തവർക്കും ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആംസ്റ്റർ ചെയ്യുന്നത് ഇത് നിങ്ങളെപ്പറ്റി കൃത്യമായി പഠിക്കുക. പ്രൊഫൈൽ ആപ്റ്റ് ആണെങ്കിൽ നമ്മുടെ കനേഡിയൻ കൺസൾട്ടൻറ്റ് കെയർ ഹോമുമായി ഇപ്പോൾ ഓൾറെഡി നമ്മൾ കോൺട്രാക്റ്റിലുണ്ട്. നിങ്ങൾക്ക് ആപ്റ്റായ കമ്പനികളെ അല്ലെങ്കിൽ കെയർ ഹോമുകളുമായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും നിങ്ങൾ ഈ പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുക. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നിങ്ങൾക്ക് ഒരു ലോവസ്റ്റ് IELTS സ്കോർ മതി. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്പൗസിനും കുട്ടികൾക്കും ഒപ്പം പെർമനൻറ്റ് റെസിഡൻസിയോടുകൂടി ഓൺ അറൈവലായി കാനഡയിൽ എത്താമെന്നതാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ കാണുന്ന പോസിറ്റീവ് സൈഡ്. അപ്പോൾ നേഴ്സസ് ആംസ്റ്ററിലേക്ക് അതിനുവേണ്ടി ഞങ്ങൾ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ അത് നേഴ്സിന് ഏത് കാറ്റഗറിയിലും പോസ്റ്റ് BSc, GNM, BSc, MSc ദോസ് ആർ വെരി ബാക്ക് വിത്ത് IELTS സ്കോർ നിങ്ങൾക്കൊക്കെ ഈ ഒരു പ്രോഗ്രാം വളരെ കുറച്ച് IELTS സ്കോർ മതി. നിങ്ങളുടെ നിലവിലെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ പരിഗണിക്കുന്നതാണ്. അതേപോലെ കെയർ ഹോമുകളിൽ ജോലി ചെയ്തിട്ടുള്ള എസ്പെഷ്യലി ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളിൽ ജോലി ധാരാളം കോളീസ് ഉണ്ട്. നിങ്ങൾക്കും ഈ ഒരു പറയുന്ന അസസ്മെൻറ്റ് എടുക്കുന്നതിന് വേണ്ടി ആംസ്റ്ററുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി 2024 അനൗൺസ് ചെയ്തിരിക്കുന്ന കെയർ ഗീവേഴ്സ് ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം 2026, 27 അല്ലെങ്കിൽ മാക്സിമം 2026 15,000 പേർക്കാണ് ഗവൺമെൻറ് ഓഫ് കാനഡ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ കാനഡയിലേക്ക് പെർമനൻറ്റ് റെസിഡൻസി നൽകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. വലിയ നമ്പറാണ്, 15,000. താങ്കൾക്ക് കാണാം അതിൽ ഏറ്റവും കൂടുതൽ മലയാളി തന്നെയായിരിക്കും. അതിൽ ഒരു സംശയം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഈ അവസരം വിനിയോഗിക്കുക. നിങ്ങൾ ജസ്റ്റ് ഇത് റീസെൻ്റ് അപ്ഡേറ്റ് ആണ് നിങ്ങൾ കാണുന്നത്. ഒന്ന് ഗൂഗിൾ ചെയ്താൽ മിനിസ്റ്ററുടെ യൂട്യൂബ് ചെയ്താലും മിനിസ്റ്ററുടെ ഈ അനൗൺസ്മെൻറ്റ് ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ ക്ലാരിറ്റി ആയിട്ട് അദ്ദേഹം തന്നെ ഈ പറയുന്ന പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ട്. സോ അത് മാക്സിമം നിങ്ങൾ അതൊക്കെ കാണുക. അപ്പം ഇത് മനസ്സിലാക്കുക, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാനഡയിലേക്ക് ഫാമിലി ആയിട്ട് നേഴ്സിംഗ് അല്ലെങ്കിൽ കെയർ ഗീവിങ് ആ ഒരു മേഖലയിൽ ഇഷ്ടമുള്ള പ്രവൃത്തി പരിചയമുള്ള ആളുകൾക്കും അല്ലെങ്കിൽ നഴ്സിംഗ് മേഖലയിൽ നിന്നും സ്വിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഇത് യൂട്ടിലൈസ് ചെയ്യാം. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് LMI എക്സംപ്റ്റഡ് പ്രോഗ്രാംസും കെയർ ഗിവേഴ്സിന് വന്നിട്ടുള്ള ചേഞ്ചസും അവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസിൽ വന്നിട്ടുള്ള മാറ്റവും അവർക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ഓപ്പർച്യൂണിറ്റീസുമാണ്. ഇപ്പം നിങ്ങൾക്ക് IELTS സ്കോറൊക്കെ കുറവല്ല നേഴ്സസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസിലി സ്വിച്ച് ചെയ്യാം. അപ്പം താങ്ക് യു സോ മച്ച് സർ ഫോർ ദിസ് വണ്ടർഫുൾ ഇൻഫർമേഷൻ. നെക്സ്റ്റ് എപ്പിസോഡ് നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയായിരിക്കും. സോ സി യു ഗൈസ്. ദിസ് ഇസ് ഷാന സൈനിങ് ഓഫ് ഫ്രം പറക്കാം സ്വപ്ന രാജ്യത്തേക്ക്, presented by Amster Immigration. Bye. ഒരു കസിൻ ഉണ്ടായിരുന്നു. സോ അവർ പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം ആംസ്റ്റർ കുറിച്ച് അറിയുന്നത് തന്നെ. അങ്ങനെ അറിഞ്ഞ് ഇവിടെ വന്നു. ഇനീഷ്യലി എനിക്ക് ഭയങ്കര ഡൗട്ട്സ് ആയിരുന്നു. ഓക്കെ, ഇത് വല്ല ആവോ, എന്തെങ്കിലും നടക്കുമോ, അങ്ങനെയൊക്കെ ആയിരുന്നു.
ഭയങ്കര ഡൗട്ട്സ് ആയിരുന്നു. എൻ്റെ എപ്പോഴും ഞാൻ വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു. എനിക്കത് ആദ്യം എനിക്ക് കിട്ടിയത് അമലു ചേച്ചീനെയാണെന്ന് തോന്നുന്നു. അമലു ചേച്ചി, പിന്നെ അത് കഴിഞ്ഞ് കുറേ പേര് വന്നു. പിന്നെ ആതിര ചേച്ചി, ഇപ്പം ഷെമി ചേച്ചി, എല്ലാവരെയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു. കുറച്ച് നാളായപ്പോൾ കഴിഞ്ഞത്തേക്കും ഐ വാസ് ഹോപ്പ്ലെസ്, അങ്ങനെയൊന്നും കിട്ടത്തില്ല അങ്ങനെയൊക്കെ. പിന്നെ പേരൻസ് വിളിച്ചു. പക്ഷേ ഇറ്റ് വാസ് കുറച്ച് ഹാർഡ് പ്രോസസ്സായിരുന്നു. ബട്ട് ഇവിടെ വരെ എത്തി. ആൻഡ് ഒത്തിരി ഹെൽപ്പ് ചെയ്തു ഇവരെല്ലാവരും. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു, സപ്പോർട്ട് ചെയ്തു. ഹോപ്പ്ലെസ് ആയപ്പോഴും വിളിച്ചപ്പോൾ ഇവർ ഭയങ്കര എൻകറേജിങ് ആയിട്ടാണ് സംസാരിച്ചത്. ഇറ്റ്സ് ഓക്കെ, യു വിൽ ഗെറ്റ് ഇൻ, ഇത് പയ്യെ മെല്ലെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഫീഡ്ബാക്കാണ് തന്നത്. സോ ഇറ്റ് വാസ് വെരി നൈസ്, ഇറ്റ് വാസ് വെരി ഹാപ്പി. ആൻസറിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് പേഴ്സൺ കോൺടാക്ട് വരുന്നത് എനിക്ക് ജ്യോതിയായിട്ടാണ്. ഷീ വാസ് ഹെൽപ്പിംഗ് മീ വിത്ത് മൈ ഡോക്യുമെൻറ്റ്സ്. വളരെ കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, മെസ്സേജ് അയക്കാം. ഭയങ്കര കംഫർട്ടായിരുന്നു. എന്ത് ഡൗട്ടും, സില്ലി ഡൗട്ട്സൊക്കെ ആയിരിക്കും, ബട്ട് സ്റ്റിൽ ഏത് സമയത്ത് വിളിച്ചാലും വളരെ നല്ല റെസ്പോൺസിബിൾ ആയിട്ട് നന്നായിട്ട് പറഞ്ഞു തരുമായിരുന്നു. കാനഡയിൽ PR കിട്ടുക എന്നുള്ളത് ഞാൻ ആദ്യം വിചാരിച്ചത് ഭയങ്കര ടഫായിരിക്കുന്നതാണ്. പക്ഷേ ആംസ്റ്റർഡറിൽ കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച് സ്റ്റുഡൻറ്റ് വിസയൊക്കെ എടുത്ത് കുറേ കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ കിട്ടുന്നൊരു ഓപ്ഷനാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവരാണ് എനിക്കൊരു ഗൈഡൻസ് തന്നത്. PR എടുക്കാം, ഇവിടുന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും, അത്രയും അഡ്വാൻറ്റേജ് ഉണ്ടാകും അതിന്. അങ്ങനെയാണ് ഞാൻ ഈ ആംസ്റ്റർ വഴിയാണ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നത്. സോ ഇപ്പം ഞാൻ അതിൻ്റെ ഒരു 80% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്കൊരു ഇൻട്രസ്റ്റ് ഇത് വന്നിട്ടുണ്ട് ഒണ്ടാരിയോ പ്രൊവിൻസിൽ നിന്ന്. ഇവരുടെ കംപ്ലീറ്റ് ഹെൽപ്പ് ഉണ്ടായിരുന്നു നന്നായിട്ട്. സോ ഇതെൻ്റെ ഒരു ഡ്രീമാണ് ആൻഡ് ഐ ആം അച്ചീവിങ് ദാറ്റ്.